എന്റെ പൊന്നോ, അനേകം മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലൊരു വീട്. അയ്യോ, ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞതാണ്. മനുഷ്യനായിട്ട് നിങ്ങൾ മാത്രമുള്ള ഈ വീട്ടില് ഞാൻ നിങ്ങളെ വല്ലതും പറഞ്ഞോ? ഈ വീട്ടിൽ നീ എന്ത് പറഞ്ഞാലും എന്നെ തന്നെയാണെന്ന് എനിക്കറിയാം. അതല്ല, ആ തക്കളിമോളെ എന്തോരം വഴക്കാ പറയണം അമ്മാവൻ. എടേ, അവര് സമപ്രായക്കാര്, അവര് തമ്മിൽ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കട്ടെ. പിന്നെ ഇതാ സമപ്രായക്കാര്. ഇപ്പൊ എന്താ പ്രശ്നം എന്നറിയാവോ? ഡൈ ചെയ്ത് തലമുടി നരച്ചിരുന്ന ആകെ പ്രശ്നം. അപ്പൊ രണ്ട് മുടി വെളുത്ത് തന്നെ ഇരിക്കണെന്ന്, ഡൈ ആയില്ല. അത് വെട്ടിക്കൊടുക്കാൻ തക്കളിമോളോട് പറഞ്ഞു. അവക്കാണെങ്കിൽ കണ്ണു പറയാൻ പാടുള്ള ബോധവും ഇല്ലല്ലോ. അവളെ കറുത്ത മുടി കൂടി വെട്ടിയെടുത്ത് അതിന് വേണ്ടിട്ട് പാടിച്ചിത്ത പറയുന്നുണ്ട്. അല്ല, 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി മുൻകോപവും ദേഷ്യവും വർത്താനത്തിലൊക്കെ തന്നെ എന്തോ ഒരു സത്യം പരസ്പര ബന്ധമില്ലാതെ വർത്താനം പറയുന്നത്. പരവേശവും നെട്ടോട്ടമൊക്കെ ഉണ്ട് നടത്തത്തിലും ഇതിലും ഒക്കെ. വട്ടാന്നാ തോന്നണേ. എന്റെ അടുത്ത് വല്ലതും പറഞ്ഞ? എന്റെ അടുത്ത് എല്ലാ ദിവസവും പറയുന്നുണ്ട് എനിക്കാരുമില്ല, എന്റെ ജീവിതം നായനക്കി, ഞാൻ ഉടനെ തന്നെ കടുങ്കൈ ചെയ്യും. എന്തൊക്കെ പറയുന്നു. ആത്മഹത്യക്കുള്ള പരിപാടിയായിരിക്കും ആലോചിക്കണം. കാരണം വയസ്സായില്ലേ, ആരുമില്ല, ഒറ്റപ്പെടൽ തോന്നി, ഇനിയിപ്പോ ആത്മഹത്യ ചെയ്യും. നിങ്ങളുടെ ഉദ്ദേശം അത് തന്നെയാണല്ലോ. അമ്മാവന്റെയും അമ്മയുടെയും കാറ്റ് പോയിട്ട് വേണം നിങ്ങൾക്ക് ആ സ്വത്തെല്ലാം അടിച്ചെടുത്ത് ഒറ്റക്ക് ഇരുന്ന് അങ്ങ് തിന്നെ. അടിച്ചെടുക്കണമെന്നില്ല, നമുക്ക് അവകാശപ്പെട്ട സ്വത്ത് തന്നെ. അടിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഈ അമ്മാവന് കടുങ്കൈ ചെയ്യുന്ന പറഞ്ഞ നടക്കുന്നത് എന്താണെന്നറിയാവോ? ആത്മഹത്യ? അതൊന്നും അല്ല, ഒളിച്ചോട്ടം. ഇപ്പൊ ഞാൻ കേട്ടിട്ട് വന്നല്ലേ, ഫോണിൽ ആരോട് പറയണേ. ചുമ്മാ ഒരു വർത്താനം പറയരുത്. എന്റെ നാത്തൂനാണ് സത്യം. സത്യമായിട്ട് ഞാൻ കേട്ട കാര്യമല്ലേ. ഒളിച്ചോടാൻ പറ്റിയ പ്രായം. ക്ലീറ്റോ ശരിയായിരിക്കും. ക്ലീറ്റോ കുറച്ച് ദിവസമായിട്ട് ഫോണിൽ വർത്താനം പറിച്ചിട്ട് കുറച്ച് കൂടുതലാ. ഇപ്പോഴാണെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു നാണം ചിരിയൊക്കെ ഉണ്ട്. പണ്ടത്തെ അസുഖം തുടങ്ങിയിട്ടുണ്ടെന്നാ. ഭയങ്കര സന്തോഷം. അപ്പൊ പണ്ടത്തെ അസുഖം പിന്നെയും തുടങ്ങി. കുഴപ്പമാവും. ഇങ്ങോട്ട് എന്തിനു പേടിക്കണ്? ഞാനില്ലേ കൂടെ. ജീവിതത്തിൽ റിസ്ക് എടുത്തിട്ടുള്ളവരെ മുന്നേറിയിട്ടുള്ളൂ. പേടിക്കാണ്ടിരിക്കേ. പിന്നെ എന്താ അത്യാവശ്യം വേണ്ടെന്ന് വെച്ചാൽ അതൊക്കെ കയ്യിൽ കരുതിയിട്ട് വേണം ഇറങ്ങാൻ. എപ്പോഴാണ് ഇറങ്ങേണ്ടത് എന്താന്നൊക്കെ ഉള്ളത് ഞാൻ നാളെ വിളിച്ച് പറയാം. ധൈര്യമായിട്ടിരിക്കും. പുറത്താരും അറിയണ്ട കേട്ടോ. ഒക്കെ ഞാൻ ശരിയായിക്കോളാം. ഓക്കെ.